നമസ്കാരം. എല്ലാ കൃഷിദർശൻ പ്രേക്ഷകർക്കും ഇന്നത്തെ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ജൈവ കൃഷിയുടെ പ്രശ്നങ്ങളും വിജയങ്ങളുടെ സാധ്യതയെക്കുറിച്ചുമാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ ജില്ലാ കൃഷി ഓഫീസറും ദീർഘകാലം കൃഷി വകുപ്പിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായ ഡോക്ടർ റോയ് മാത്യു സാർ അവറുകളാണ്. ഇദ്ദേഹം കൃഷി ഉദ്യോഗസ്ഥനെന്ന് മാത്രമല്ല ഒരു നല്ല കർഷകൻ കൂടിയാണ്. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ ജൈവകൃഷി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു വസ്തുതയാണ് ഈ ജൈവകൃഷി എന്ന് പറയുന്നത്. ഈ ജൈവകൃഷി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അതിൽ നിന്നുള്ള ഉദ്ദേശം? ഇപ്പം ജൈവകൃഷി ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ ഒരാൾ ഒരു കടയിൽ പോയിട്ട് ഇത്രയും സാധനങ്ങൾ ഇരിക്കുമ്പോൾ ജൈവമാണോ അജൈവമാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? സാധാരണ മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ജൈവമെന്ന് പറയുന്നത് ചാണകം, ചാരം, അതുമാതിരി പച്ചിലവളങ്ങൾ ഇവയൊക്കെ കൊണ്ട് കൃഷി നടത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മാറി ഇതിൽ നിന്നും ഒന്നും വേണ്ടാത്ത രീതിയിലുള്ള ഒരു കൃഷി രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള ജൈവകൃഷി എന്ന് പറയുന്നത്? ഈ ജൈവകൃഷി എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥവ്യാപ്തി കൊണ്ട് അർത്ഥശൂന്യമായ പോയൊരു വാക്കാണ്. കാരണം രാസവളങ്ങളോ രാസകീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും അതുപോലത്തെ കുമിൾനാശിനികളൊക്കെ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൃഷി എന്നൊരർത്ഥമുണ്ട്. ഇതുകൂടാതെ ഒന്നും ചെയ്യാത്തൊരു കൃഷി എന്ന് വരെ അർത്ഥമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ജൈവകൃഷി എന്നൊന്ന് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയണമെങ്കിൽ ഇന്ന് പൊതു സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനെക്കുറിച്ച് ധാരാളം അറിവുകൾ ധാരാളം ഭാഗത്തുനിന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത്, മറ്റേ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഭാഗത്ത്, KVKകളിൽ നിന്ന്, അതുപോലെ തന്നെ പലവിധ മാധ്യമങ്ങളിൽ കൂടിയുള്ള, അതായത് പത്രമാധ്യമങ്ങളിൽ കൂടിയുള്ള അറിവ്, ഇതുകൂടാതെ കൃഷിക്കാർ തമ്മിൽ അറിവ്, ഇങ്ങനെ ധാരാളം അറിവുകൾ കൊണ്ട് ഇതിൻ്റെ എന്താണ് യഥാർത്ഥ വസ്തുതയെന്ന് മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ ജൈവകൃഷി എന്നുള്ളതിന് ഇത്രയധികം പ്രാധാന്യം കിട്ടാൻ കാരണം രാസവളങ്ങൾ, കീടനാശിനികളും നിരന്തരമായ ഉപയോഗം കൊണ്ട് മണ്ണിനും പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന മനുഷ്യർക്കും വളരെ ഹാനികരമായ ഒരു സ്ഥിതിയിലേക്ക് പരിസ്ഥിതി മാറി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനൊരു വീണ്ടും വിചാരം എന്നോണമെന്നാണ് ഇങ്ങനത്തെ ഹാനികരമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു കൃഷി രീതി. അമിതമായ വളപ്രയോഗവും കീടനാശിനിയും കൊണ്ടാണ് ഈ മണ്ണിൻ്റെ സമ്പൽ സമൃദ്ധി നഷ്ടപ്പെട്ടെന്ന് പറയാം. ഇതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ പ്രകൃതിയിലെ കൃഷി രീതി എന്ന് പറയുന്നത് ഇതൊന്നും ആവശ്യമില്ല. നമ്മളൊരു വനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും ഇല്ലാതാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അവിടുത്തെ സിസ്റ്റം വളരെ വ്യത്യാസം. നമ്മുടെ കൃഷിയിടത്തിൽ അത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ ഒരു 10-90-100 വർഷമായിട്ട് കാർഷിക സർവകലാശാല ഇതിൽ ഒരുപാട് റിസർച്ചുകളൊക്കെ ചെയ്ത് അതിൻ്റെതായ മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ജൈവകൃഷിയെ സംബന്ധിച്ച് ഒരു യഥാർത്ഥ രൂപരേഖ ഒരു കാർഷിക സർവകലാശാല വ്യക്തമായി ഇന്നതാണ് എന്ന് ഒരു പാക്കേജ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രായോഗിക തലത്തിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം സാധാരണഗതിയിൽ ഒരു വീട്ടാവശ്യത്തിനാണെങ്കിൽ 10-50-100 ചട്ടിയിലോ അല്ലെങ്കിൽ പുരയിടത്തിലോ കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിന് വേണ്ടി എടുക്കാം. അതിനും യഥാർത്ഥത്തിൽ ജൈവമായിട്ടുള്ളത് മാത്രം പ്രയോഗിക്കാം. അതേസമയത്ത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു കർഷകൻ അവൻ ഏത് രീതിയിലാണ് കൃഷി ചെയ്യുക? വീട്ടാവശ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു ഈ പറയുന്ന ഉൽപ്പന്നത്തിൻ്റെ വില നമുക്കൊരു ബാധകമല്ല. കാരണം നമുക്ക് എത്ര പണം ചെലവ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്വന്തം ഉൽപ്പന്നം നമുക്ക് ഉണ്ടാവുന്നു, അത് നമ്മൾ കൈകൊണ്ട് പറിക്കുന്നു, ഓമനിക്കുന്നു, നമ്മൾ കഴിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ ആസ്വദിക്കുന്നു, ലാഭം നോക്കുന്നില്ല. അതേസമയം കൂടുതൽ ഏരിയ കൃഷിയുള്ള ഒരു വാണിജ്യാടിസ്ഥാന കൃഷി എന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായും ലാഭനഷ്ടങ്ങൾ കണക്കിലെടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാം, ഏകദേശം ഒരു 10 രൂപയെങ്കിലും കൊടുക്കാതെ 1 കിലോ ജൈവവളം കിട്ടില്ല. അതുപോലെ തന്നെ ഈ കൃഷിയിൽ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനികൾക്കൊക്കെ തന്നെ വളരെയേറെ വില കൂടുതലാണ്. അപ്പോൾ ഇത്രയും വില കൂടിയ ഒരു ഉൽപ്പാദന ഉപാധി കൊണ്ട് ഒരിക്കലും വാണിജ്യാടിസ്ഥാനത്ത് കൃഷി വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ജൈവകൃഷി എന്ന് പറയുന്നത് കൃഷി യഥാർത്ഥത്തിൽ ചെയ്യുന്ന മണ്ണിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കളാണ് അവിടുത്തെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത്, നിയന്ത്രിക്കുന്നത്.
നമ്മൾ അവർക്ക് ഇത് വേണ്ടവണ്ണം ചെയ്തു കൊടുക്കാൻ അവരുടെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവർക്ക് ഏറ്റവും പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശം പതിക്കാത്ത അവസ്ഥ, മണ്ണിൽ ആവശ്യം ഓർഗാനിക് കാർബൺ ഉണ്ടാകുക, വായുവിൻ്റെ വെള്ളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അളവിലുണ്ടാവുക, പിന്നെ അവർക്ക് ആവശ്യം ഊർജ്ജം ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ കിട്ടും. അവർക്ക് ഇഷ്ടമുള്ള സഹവർത്തികളൊക്കെ. നമുക്ക് ഒരു കോളറുണ്ട്, ലൈനുണ്ട്. ഹലോ, എവിടുന്നാണ്? ഹലോ ഹലോ, ഞാൻ വെള്ളായണി ഇന്ന് സുമയാണ്. അപ്പൊ ഞാൻ കുറച്ച് പച്ചമുളക് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതില് കുറച്ചിങ്ങനെ വരുമ്പോ ഇലയൊക്കെ റിജിഡായിട്ട് വളർച്ച മുരടിച്ച് അങ്ങനെ നിൽക്കുക. അപ്പൊ സ്യൂഡോമോണസ് അടിച്ചു. പക്ഷെ എന്നിട്ട് അത് അങ്ങനെ മഴക്കായിട്ട് വളരുന്നില്ല, അങ്ങനെ നിൽക്കുക. അതെന്താ? പച്ചമുളകാണോ? പച്ചമുളകാണോ? അതെ അതെ, പച്ചമുളക്. അതായത് ഈ സൂഡോമോണാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബാക്ടീരിയയാണ്. അത് സാധാരണയായിട്ട് മറ്റ് കുമിളുകളെയും ബാക്ടീരിയകളുടെയും ഒക്കെ പ്രവർത്തനം അത് അനുവദിക്കാതെ അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗമാണ്. വളരെ ചുരുക്കം ചില കീടങ്ങളെ മാത്രമേ ഈ പറയുന്ന സൂഡോമോണസ് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നമ്മൾ ശരിക്കും ഇല ഒന്ന് പരിശോധിക്കണം. അതിൻ്റെ അടിയിൽ നീരൂറ്റി കുടിക്കുന്ന ജീവികളുണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതൊന്നും കാണാനില്ല, ഇങ്ങനെ ഒരു വല്ലാണ്ട് റിജിഡായിട്ട് അങ്ങനെ നിൽക്കുക. ലിറ്റിൽ ലീഫ് എന്ന് പറയില്ലേ സാർ, അതിന്റെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ വൈറസ് രോഗമായിരിക്കണം. വൈറസ് രോഗമാണെങ്കിൽ നമുക്കതിന് കീടനാശിനികളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുമിൾനാശിനി കൊണ്ടോ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഈ ലിറ്റിൽ ലീഫ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇലയുടെ അഗ്രം, അതായത് തണ്ടിൻ്റെ അഗ്രം ഇങ്ങനെ ഒരു നമ്മുടെ പൂച്ചണ്ട് പോലെ ഇങ്ങനെ ചുരുങ്ങി വരും. അങ്ങനെയാണെങ്കിൽ അത് വൈറസ് രോഗം നിയന്ത്രിക്കാൻ മാർഗ്ഗമില്ല. അതേസമയം ഇല ചുരുണ്ടിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പക്ഷേ മുൻപ് എപ്പോഴോ അതിൽ ത്രിപ്സോ അതുപോലത്തെ ഏതെങ്കിലും നീരൂറ്റി കുടിക്കുന്ന ജീവികൾ അതിൽ നിന്നും ഒരു പക്ഷേ നടന്നിട്ടുണ്ടാണ്, അതിൻ്റെ പ്രവർത്തനം നടന്നിട്ടുണ്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നന്മ മേന്മ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുതിയ കീടനാശിനി ലഭിക്കുന്നുണ്ട്. നമ്മുടെ CTCRIയിൽ കേന്ദ്ര ലഭിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് നോക്കണം. ഇങ്ങനത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വരാതിരിക്കാൻ സാധിക്കും. വിളിച്ചതിന് നന്ദി സാർ. ഈ നമ്മുടെ ഈ പറഞ്ഞു വന്നത് ഈ നമ്മുടെ ഈ ജൈവം ശരിക്കും പറഞ്ഞ വ്യവസായ അടിസ്ഥാനത്തിൽ കർഷകർ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ലാഭമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ജൈവം അജൈവമായിട്ട് മാറുന്ന ഒരു സാഹചര്യം വരത്തില്ല. ഈ നമുക്ക് ലാഭം എന്ന് പറയുമ്പോൾ മുതൽ മുടക്കും വരുമാനവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ലാഭം എന്ന് പറയുന്നത്. അപ്പം ഈ വരുമാനം കിട്ടണമെങ്കിൽ അതിനതൊക്കെ മാർക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പിന്നെ കൃഷിയിൽ ഇതെങ്ങനെ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത ചെയ്യാമെന്ന് പറയും. കൃഷിയിൽ ചിലവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സൂക്ഷ്മാണുക്കളെ കൊണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. കാരണം നമ്മുടെ ഈ കെട്ടിടം തന്നെ അതിൻ്റെ കെട്ടുറപ്പെന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ ഇഷ്ടികളുമാണ്. ഓരോ ഇഷ്ടികളും ബലവത്താണെങ്കിൽ ഒരിക്കലും വെളിയിൽ നിന്ന് ഒരാൾക്ക് ഇത് തള്ളി താഴാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഇഷ്ടികളുടെ ബലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന, അതായത് ചെടികളെ സംബന്ധിച്ച് ഇഷ്ടികൾ ഉദ്ദേശിച്ച കോശങ്ങളാണ്. ആ കോശങ്ങൾക്കുള്ളിൽ അടങ്ങിയ പ്രോട്ടോപ്ലാസത്തിൽ അതിനാവശ്യമായ മൂലകങ്ങളുടെ അളവിലും അനുപാതത്തിലും അത് കൃത്യത പാലിക്കുന്നുണ്ടെങ്കിൽ ആ കോശങ്ങൾ വളരെ ബലവത്തായിരിക്കും. ആ ചെടി രോഗാതുരമല്ല, അതായത് അതിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും. ഇങ്ങനെ വരണമെങ്കിൽ ഇത് എത്തിച്ചു കൊടുക്കുന്ന സൂക്ഷ്മാണുക്കളുടെ കൂട്ടുകാർ പ്രധാനമായിട്ട് ചെടിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, സിങ്ക്, പിന്നെ മറ്റ് സൂക്ഷ്മമൂലങ്ങൾ, ഇതെല്ലാം ലഭിക്കുന്ന സഹായകരമായിട്ടുള്ള സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ചെടികൾ നടുന്നതിന് മുൻപായി തന്നെ ആദ്യത്തെ അടിവളം ഇടുമ്പോൾ തന്നെ വാം, വസിക്കുലർ അർബിസ്കുലർ മൈക്കോറൈസ എന്ന് പറയുന്ന ഒരു കുമിളാണ്. ഈ കുമിളിൻ്റെ കൂട്ടിൽ നിന്ന് ഭാഗം കിട്ടി ചുരുങ്ങിയ ചില 50 രൂപയൊക്കെ ഉള്ളൊരു ഒരു കിലോയ്ക്ക് വില. 5 ഗ്രാം മതി ഒരു ചെടിക്ക്. ഇത് ചേനയ്ക്കും കപ്പയ്ക്കും മുതൽ എല്ലാത്തിനും ഉപയോഗിക്കുന്ന പക്ഷം വിളവ് വളരെയധികം പ്രത്യേകിച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഇതിൻ്റെ വിളവ് വളരെ വർദ്ധിച്ചിരിക്കും. അപ്പോൾ ഇത് കൂടാതെ സാർ നമുക്കൊരു കോളറുണ്ട്. ഹലോ, എവിടെന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. എവിടെന്നാണ് വിളിക്കുന്നത്? ഞാൻ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. സ്ഥലവും പേരും പറയൂ. ഉഷ ഓച്ചിറ. ഓച്ചിറ, പറയണം. പയറേ നിറച്ചങ്ങ് മുഞ്ഞ കയറുന്നുണ്ട്. അതിനെന്താ സാറേ ചെയ്യേണ്ടത്? വളർന്നു വരുന്ന പിന്നെ പയർ വീഴുമ്പോഴത്തേനെ അതിനകത്തങ്ങ് മുഞ്ഞയാവുകയാണ്. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കുകയാണ്. വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എമൽഷൻ ആകണം. വേപ്പെണ്ണ വെള്ളത്തിൽ കലങ്ങത്തില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് സോപ്പ് ലൈൻ, ഏറ്റവും നല്ല സോപ്പ് ലൈൻ നമുക്ക് പാത്രം കഴുകിയിട്ട് പ്രില്ലെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു സോപ്പ് ലൈൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇത് ഉപയോഗിച്ച് 100 മില്ലി വേപ്പെണ്ണ ഒരു 1/2 ലിറ്റർ കുപ്പിക്കകത്ത് എടുത്തിട്ട് അതിനകത്ത് ഒരു 1/2 സ്പൂൺ ഈ പറയുന്ന സോപ്പ് ലൈനെ ചേർത്ത് ശരിക്കും കുലുക്കി അതിനെ എമൽഷൻ ആക്കിയിട്ട് പിന്നെ വെള്ളത്തിൽ ലയിപ്പിക്കുക. ആ ലയിപ്പിക്കുന്നത് നമുക്ക് 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. അതിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മാറാം. പ്രത്യേകം ഓർക്കേണ്ട, ഇതിന് പാല് പോലെ കളർ മാറിയെങ്കിൽ മാത്രം എമൽഷൻ അത് ഉറപ്പ് വരുത്തണം.
അപ്പോൾ സാർ ഇത് എത്ര തവണ ആവർത്തിക്കണം? ഇത് ആഴ്ച തോറും ആവർത്തിക്കണം? ഒരു തവണ അടിച്ചാൽ അതിന്റെ ഇഫക്റ്റ് ഒരു ദിവസത്തേക്കുള്ളൂ. അപ്പോൾ അതുവരെ അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ജീവികളും മിക്കവാറും ചത്തുവരും മുട്ടയുള്ളൂ. പക്ഷേ അടുത്ത ആഴ്ചയിൽ വീണ്ടും വരും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഇത് പ്രയോഗിക്കേണ്ടത്. ശരി, ഓക്കെ. വിളിച്ചതിന് സന്തോഷം. അതുപോലെ സാർ, നമ്മുടെ ഈ കൃഷിയുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴേ പിന്നെ പൊതുവായിട്ടും ഇന്നിപ്പോൾ എല്ലാവരും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് അവരുടെ മുഖ്യമായിട്ടുള്ള ഒരു വിഷയം ആയിട്ട് വരുന്നത്. പണ്ടാണെന്നുണ്ടെങ്കിൽ കൃഷിയെ മണ്ണിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ചാണകം അതുപോലുള്ള എല്ലാ വളങ്ങളും ഇടുന്നത്. ഇപ്പം സംബന്ധിച്ചിടത്തോളം ഇപ്പം പുതിയ രീതി എന്ന് പറഞ്ഞാൽ ചെടിയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് സാർ? ഇത് യഥാർത്ഥത്തിൽ ആവശ്യം മണ്ണിൻ്റെ ഗുണം, അതായത് ആ മണ്ണിൽ നിന്ന് ലഭിക്കുന്നതാണ് ചെടികളുടെ വളർച്ച, ആ ചെടിയിൽ നിന്ന് ലഭിക്കുന്നതാണ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വളർച്ച. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചാൽ ഈ കൊമേഴ്സ്യലൈസേഷൻ എല്ലായിടത്തും വാണിജ്യവൽക്കരണത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഈ പറയുന്ന അവരവരുടെ ഉൽപ്പന്നം ചിലവാക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ വിറ്റ് പണം ഉണ്ടാക്കുന്നതിന് കവിഞ്ഞ് ഈ കൃഷി നന്നാണെന്ന് കൃഷിക്കാർ കൂടെ മറ്റ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിക്കാതെ ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതാണ് ഇന്ന് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും ചെലവില്ല കൃഷി, പ്രകൃതി കൃഷി, മറ്റേ ഫുക്കുവക്കയുടെ കൃഷി, ഇതെല്ലാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ജൈവ കൃഷിയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പക്ഷേ ഈ കൃഷികളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തോതിൽ പച്ചക്കറികൾക്ക് പ്രായോഗികമാക്കാം. അതേസമയം മറ്റു വിളകൾ ധാരാളം ഉണ്ടല്ലോ. ഉദാഹരണം നെല്ല് തന്നെ എടുക്കാം. അത് ഫുക്കുവക്കയുടെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ല, കാരണം അവരുടെ നാട്ടിൽ അത് ഒരുപക്ഷെ പ്രായോഗികമായിരിക്കും. അതേസമയം നേരത്തെ പറയുന്ന ചെലവില്ലാ കൃഷി എന്നൊരു സീറോ ബഡ്ജറ്റ് പലാക്കർ നമ്മുടെ നാട്ടിൽ പ്രായോഗികമാണ്. പക്ഷേ അതിൻ്റെ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഓരോ കാര്യം കൃത്യനിഷ്ഠയോടെ അതിൻ്റെ നമ്മൾ കൈകടത്തിയാൽ അത് നഷ്ടപ്പെടും. അത് അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ചെടി, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാലൻസ് കാര്യം പറയാനുള്ളത്, ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങളുടെ ഉപയോഗം വളരെ പ്രധാനമാണ്. കാരണം ഈ കൃഷി ശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ലോ ഓഫ് മിനിമം, അതായത് ഏറ്റവും അധികം ആവശ്യമുള്ള നൈട്രജൻ്റെ, ഫോസ്ഫറസിൻ്റെ, പൊട്ടാഷ്യൻ്റെ അഭാവമല്ല ചെടികളെ ബാധിക്കുന്നത്. ഏറ്റവും മിനിമം ആവശ്യമുള്ള ബോറോൺ, സിങ്ക്, അതുപോലെ തന്നെ മൊളിബിഡ്നം എന്ന് പറയുന്ന മൂലകങ്ങളുടെ അഭാവമാണ് ശരിക്കും ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു കൂട്ട് നമ്മളത് ഇന്ന് നാനോ ടെക്നോളജി കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മാർക്കറ്റിൽ ലഭ്യമാണ്. അതല്ലെങ്കിൽ ഈ ഗോമൂത്രം പോലത്തെ ഇത് ഉപയോഗിക്കാൻ അതിനകത്ത് ലഭ്യമാണ്. ഇത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾ ആരോഗ്യമുള്ളതാവും, നമുക്ക് ഒരു കോളർ ഇവിടെ ഉണ്ട്. ഹലോ, ആരാണ്? ഹലോ, ആരാണ്? എവിടുന്നാണ്? പറയണം, പേര് പറയണം. സതികുമാർ. എന്താണ് പ്രശ്നം? പറയണം. ഞാൻ കുറച്ച് കവറില് തക്കാളിയും വെണ്ടയും അതുമെല്ലാം നട്ടിട്ടുണ്ട്. ശരി. അപ്പൊ ഈ തക്കാളിയും ഇതൊക്കെ അങ്ങനെ നിൽക്കുക, ഒരു ദിവസം നോക്കുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് വാടി കരിച്ചങ്ങ് പോകും. തക്കാളിയും വഴുതനങ്ങ ഇതെല്ലാം ശരി ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് വാടി കരിഞ്ഞു പോകും. ഈ വാടി കരുതനെ ഈ തക്കാളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്ന് പറഞ്ഞ രോഗം, തക്കാളി വർഗ്ഗത്തിൽപ്പെട്ട മുളകിനും അതുപോലെ തന്നെ വഴുതനയ്ക്ക് ഇതേ രോഗം സാധാരണയായിട്ട് ബാധിക്കാറുണ്ട്. നമുക്കതിനകത്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ രോഗം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഈ ബ്ലീച്ചിങ് പൗഡർ 10 ഗ്രാം ഒരു ലിറ്ററിൽ കലക്കി നമ്മൾ ഈ പറയുന്ന രോഗം ബാധിച്ച ചെടികൾ അല്ലാത്ത ചെടികളുടെയും ചുവട്ടിൽ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കളെ ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡറിൽ വരുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്ലോറിൻ എന്ന വാതകം ഇവയെ നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് തൽക്കാലം ഇത് ആരംഭത്തിലാണ് സാധിക്കുക. പക്ഷേ ഉണങ്ങി കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് വേറെ പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തക്കാളിയെ സംബന്ധിച്ച് നമ്മൾ മണ്ണിൽ ആയിട്ടുള്ള ബന്ധമില്ല, അതായത് പൂച്ചട്ടികളിലോ അല്ലെങ്കിൽ പോളി ബാഗുകളിലോ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു പരിധിവരെ ഒഴിവാക്കാം. ജൈവ കൃഷിയാണോ അവലംബിക്കുന്നത്? ശരി, വളരെ സന്തോഷം. വിളിച്ചതിൽ സന്തോഷം. സാർ പറഞ്ഞ ആൻസർ മനസ്സിലാവുമല്ലോ. സാർ, ഞാൻ അതുപോലെ ഈ ചോദിച്ചോട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞു ഈ ചെടികൾക്കാണ് ഇപ്പം കൂടുതൽ പോഷണം കൊടുക്കുന്നത്. ഇപ്പം ആ രീതിയിൽ ഇന്നിപ്പം മാർക്കറ്റിൽ ഒത്തിരിയേറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സാർ നേരത്തെ പറഞ്ഞ വാം എന്ന് പറഞ്ഞതുപോലുള്ള ഒട്ടനവധി സാധനങ്ങൾ ഇവിടെ ഇന്നിപ്പോൾ ലഭ്യമാണ്. അതേസമയം കൃഷിക്കാർക്കിൻ്റെ അറിവില്ലായ്മയും ധാരാളമായിട്ടുണ്ട്. ഏത് രോഗത്തിന് അല്ലെങ്കിൽ ഏത് ചെടിക്ക് ഏത് ഉപയോഗിക്കണം, എത്ര അളവിൽ ഉപയോഗിക്കണം എന്നുള്ളതിനും കൃഷിക്കാർക്ക് സ്ഥിരമായ ഒരു എന്താ പറയുക ഒരു അറിവ് കുറവാണ്. ഇപ്പോൾ അതേ സംബന്ധിച്ച് കൃഷി വകുപ്പോ അല്ലെങ്കിൽ കാർഷിക യൂണിവേഴ്സിറ്റി അതുപോലുള്ളവർ തന്നെ ഓരോരോ വിളയ്ക്കും എന്തൊക്കെ ആധുനിക രീതിയിലുള്ള വളങ്ങളും വിത്തുകളും അതേപോലെ തന്നെ കീടനാശിനികളും ആയിട്ടുള്ള ഇത് ആണെന്നുള്ളത് നമ്മുടെ ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല.
ആർക്കും ഒരു കർഷകർക്ക് ഒരു അവബോധം ഇതുവരെ ശരിക്കും വന്നിട്ടില്ല. കർഷകർക്ക് ഇതിന്റെ അറിവിന്റെ ആധിക്യമാണ് പ്രശ്നം. അപ്പോൾ സ്വന്തം യുക്തി ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം, ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇത്. നമ്മൾ ചെലവ് പരിഗണിക്കും. ശരി. അപ്പോൾ ഏതായാലും സാറ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു എന്തായാലും ഇത്തരം ഈ പുതിയ കീടനാശിനികളെ ഒഴിവാക്കി അല്ലെങ്കിൽ ജൈവവളങ്ങൾ മാത്രം നമ്മുടെ ഈ പ്രകൃതിയിൽ കൊണ്ടുവരികയും ഇത് എത്രത്തോളം വിജയകരമാക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പ് പറയാം സാറിന്. നമ്മൾ ഈ സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള, അതായത് സൂക്ഷ്മാണു കൂട്ടുകൾ ഇന്ന് ലഭിക്കും. അത് നമുക്ക് PGPR മിക്സ് കേരള കാർഷിക സർവകലാശാലയുണ്ട്. പിന്നെ ബയോഗാർഡ്, ബയോ ചാർജർ എന്നൊക്കെ പറഞ്ഞ് പ്രൈവറ്റ് ഫേമുകളുടെ ഉണ്ട്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചിലവ്. ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് ശരിക്കും ഒരേക്കറിൽ ഒരു 400-500 ഉണ്ട് മിക്കവാറും അവിടുത്തെ ആവശ്യങ്ങളൊക്കെ നിലനിർത്തുന്നത്. അത് കൂടാതെ നമ്മൾ ഓർഗാനിക് കാർബൺ ലഭിക്കത്തക്കണം ജൈവ വസ്തുക്കൾ നമ്മളവിടെ നമ്മുടെ ഭൂമിയിലുണ്ടാകുന്നതിന് അവിടെ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇങ്ങനെയെങ്കിൽ അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ രീതിയിലുള്ള ഒരു കൃഷിക്ക് മേലിൽ സാറ് നേതൃത്വം കൊടുക്കുന്ന കൃഷി വകുപ്പ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമോ? കൃഷി വകുപ്പ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിന് ആധികാരികമായിട്ട് സംസാരിക്കേണ്ട യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഒരു വ്യക്തമായ തീരുമാനങ്ങൾ ഇത് സംബന്ധിച്ച് റിസർച്ച് ഫൈൻഡിങ്സും വെളിയിൽ വരികയാണെങ്കിൽ, ഇതുവരെ അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല, അങ്ങനെ പബ്ലിഷായിട്ട് കാണുന്നതിൽ ഇത് സംബന്ധിച്ച് ധാരാളം റിസർച്ചുകൾ നടക്കുന്നുണ്ട്. സാർ ഒരു കാര്യം കൂടെ, ഇപ്പം ഈ ഹൈടെക് ഇപ്പം കേരളത്തിൽ മൊത്തം വ്യാപകമായിട്ടുള്ള ഒരു കൃഷിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഹൈടെക്കിലും ഇങ്ങനെയുള്ള സൂക്ഷ്മമൂലകങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അത് പലയിടത്തും അത് വിജയിക്കുന്നുണ്ട്, ചിലയിടത്ത് അത് പരാജയപ്പെടുന്നുമുണ്ട്. അതിൻ്റെ ഒരു കാരണം കൂടി പറയാം. ഹൈടെക്കിൽ നമ്മൾ പോളി ഹൗസിനകത്ത് ചെയ്യുമ്പോൾ പൊതുവെ കീടങ്ങളുടെ ആക്രമണം കുറവായിരിക്കും. അതേസമയം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന എല്ലാ ഹൈബ്രിഡ് വെറൈറ്റികളാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രാസവളങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹാനികരമായ ഏറ്റവും പ്രധാന ഹാനികരം കീടനാശിനികൾ ഒഴിവായതുകൊണ്ട് അത് നമുക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. കൃഷിക്കാരെ സംബന്ധിച്ച് ആ കൃഷി പ്രയോജനം, പക്ഷേ അതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ്. അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് വർക്കൗട്ട് ചെയ്താൽ അത് പ്രായോഗിക തലത്തിൽ നടക്കും, കാരണം സബ്സിഡീസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഏതായാലും ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞൊരു ദീർഘസമയം സംവദിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ജൈവ കൃഷിയെ സംബന്ധിച്ച്. വിശേഷിച്ചും ഈ മാറിയ കാലഘട്ടത്തിൽ ഇത് തീർച്ചയായിട്ടും ഇത് കൂടുതൽ പ്രാവർത്തികമാകാമെന്ന് നമുക്ക് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ കൃഷി ദർശനം പരിപാടിയിൽ പങ്കെടുത്ത അങ്ങേക്ക് എല്ലാവിധ നമസ്കാരവും. അദ്ദേഹത്തിൻ്റെ അതിഥിയുടെ വിലാസം ഞാൻ പറയാം. ഡോക്ടർ റോയ് മാത്യു, ജില്ലാ കൃഷി ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 43. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 94475007. ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പറയാം, 94475007. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇത് സാറ് ഈ തിരക്കിനിടയിലും ഈ പരിപാടിക്ക് വന്ന് ദൂരദർശന് വേണ്ടി ഈ പരിപാടി അവതരിപ്പിക്കാൻ വന്നതിൽ വളരെയേറെ നന്ദിയുണ്ട്. എല്ലാ വിളിച്ച പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेप यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन
क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൃഗചികിത്സയ്ക്ക് കോൾ സെന്റർ. മാംഗോസ്റ്റിൻ തൈകൾ വിൽപ്പനയ്ക്ക്. റബ്ബർ നടീൽ മുന്നൊരുക്കങ്ങളിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. നാളികേര വികസന ബോർഡ് നാളികേര ലസ്സി ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. കരിക്കിന്റെ കാമ്പിനെ കരിക്കിൻ വെള്ളവുമായി ചേർത്ത ശേഷം അനുവദനീയമായ ചില ഭക്ഷ്യചേരുവകളും മധുരവസ്തുക്കളും ചേർത്ത് ചൂടാക്കിയാണ് ലസ്സി ഉണ്ടാക്കുന്നത്. വളർത്തുമൃഗങ്ങളുടെ രോഗങ്ങൾക്കും മൃഗപരിപാലനത്തിലെ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംശയങ്ങൾക്ക് പരിഹാരം കാണാനും വെറ്ററിനറി സർവകലാശാല ഇവെറ്റ് കണക്ട് എന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നു. മൃഗസംരക്ഷണ രംഗത്തെ ശാസ്ത്രീയ പ്രജനനം, തീറ്റക്രമം, പരിചരണം, രോഗനിയന്ത്രണ മാർഗങ്ങൾ, വിപണനം, ലഭ്യമായ സേവനം എന്നിവയെക്കുറിച്ച് കർഷകർ, തൊഴിൽ സംരംഭകർ, സ്വാശ്രയ സംഘങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർക്ക് ഇവെറ്റ് കണക്റ്റിലൂടെ അറിയാം. 24 മണിക്കൂർ സേവനത്തിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487-223-8055. ഇമെയിൽ callcenter@kvasu.ac.in. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം മുളക്കുഴ കൃഷിഭവനിൽ സബ്സിഡി നിരക്കിൽ മാംഗോസ്റ്റിൻ തൈകൾ വിൽക്കുന്നു. ആവശ്യമുള്ള കർഷകർ കരമടച്ച രസീത് സഹിതം കൃഷിഭവനിൽ എത്തണമെന്ന് അഗ്രികൾച്ചർ ഓഫീസർ അറിയിച്ചു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഹോർട്ടികൾച്ചർ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ബന്ദി ഇനമായ അർക്ക അഗ്നിപ്പൂക്കൾ കൃഷിയിടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 10 സെന്റിൽ നിന്നും 500 കിലോഗ്രാമോളം പൂക്കൾ വിളവെടുക്കാനാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 080-284-66-420. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും അലങ്കാര മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0460-222-6087. റബ്ബർ നടീലിനുള്ള മുന്നൊരുക്കങ്ങളിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. നിരയെടുപ്പ്, കുഴിയെടുക്കൽ, നിരപ്പുതട്ട് നിർമ്മാണം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏകദിന പരിശീലനം മാർച്ച് 29-ന് കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുന്നതാണ്. 400 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0481-235-1313. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7600 രൂപ, കോഴിക്കോട് 8400 രൂപ, തൃശൂർ 7500 രൂപ. കൊപ്ര കൊച്ചി 5215 രൂപ, കോഴിക്കോട് 5400 രൂപ, തൃശൂർ 5240 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 61800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 64800 രൂപ. ചുക്ക് മീഡിയം 17000 രൂപ, ചുക്ക് ബെസ്റ്റ് 18500 രൂപ. മഞ്ഞൾ സേലം 11100 രൂപ, ഈറോഡ് 11300 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11200 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10900 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 7600 രൂപ, കൊപ്ര 5215 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 61800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 64800 രൂപ. ചുക്ക് മീഡിയം 17000 രൂപ, ചുക്ക് ബെസ്റ്റ് 18500 രൂപ. അടയ്ക്ക പുതിയത് 19000-നും 20000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180-നും 210-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 375-നും 425-നും മധ്യേ. ജാതിപത്രി 580-നും 925-നും മധ്യേ. ഗ്രാമ്പു
765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 11,200 രൂപ. ഒട്ടുപാൽ 7,600 രൂപ. ലാറ്റക്സ് 7,600 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.3, 26.4. കൊച്ചി 34.6, 26.4. ആലപ്പുഴ 36, 26.4. പുനലൂർ 37, 23. തിരുവനന്തപുരം 35.6, 26.2. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.